ഷായർ മുബാറക്ക് ഒന്നല്ല പ്രശ്നം. സമസ്ത 2025 കൊല്ലമായി. ഷായർ മുബാറക്ക് കേരളത്തിൽ ആ ചർച്ച തുടങ്ങിയിട്ട് 7 വർഷമേ ആയിട്ടുള്ളൂ. ഈ സമസ്ത 2025 കൊല്ലം മുതൽ ഈ 7 വർഷത്തിന്റെ മുമ്പും AP അബൂബക്കർ മുസ്ലിയാരെ തെറി പറഞ്ഞിരുന്നു, ഉള്ളാൾ തങ്ങളെ പരിഹസിച്ചിരുന്നു, ഒരുപാട് ഭാഗങ്ങൾ പ്രശ്നം ഉണ്ടായിരുന്നു. പലരും അവരുടെ കത്തിക്കിരയായിരുന്നു. എന്തേ ഷായർ മുബാറക്ക പ്രശ്നം? ഷായർ മുബാറക്ക് ഒന്നല്ല പ്രശ്നം. സമസ്ത 2 ശേഷം കാന്തപുരം ഉസ്താദ് ചെയ്ത ഏതെങ്കിലും ഒരു പരിപാടിയെ വിമർശിക്കാത്ത സ്വഭാവം മറുഭാഗത്തുണ്ടായിട്ടില്ല എന്ന് വേദനയോടുകൂടി പറയുകയാണ്. ഷായർ മുബാറക്കിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതിൽ ഒറ്റ കാര്യം പറയുന്നു. എന്തേ ഇപ്പൊ ഷായർ മുബാറക്കിന്റെ പ്രശ്നം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമുടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മുടി 3 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിച്ചിറ ടൗൺ സുന്നി പള്ളിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സദസ്സിൽ അന്ന് ഈ വിഭാഗത്തെ അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു, മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് ബറക്കത്ത് ചെയ്യാം, അതിലപ്പുറം അതിനൊന്നും വേണ്ടതില്ല. ഒരാൾക്ക് വിശ്വാസമല്ലെങ്കിൽ അദ്ദേഹം അത് ബറക്കത്ത് എടുക്കാൻ വരേണ്ട കാര്യമില്ല. എന്നാലും അറിയാത്തത് അതിനെക്കുറിച്ച് പറയരുത്. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ സ്നേഹത്തിന്റെ ഭാഗം. വിശ്വസിക്കാത്തവർ, മർക്കദിലെ മുടി അംഗീകരിക്കാത്തവരൊക്കെ കാഫിറുകളാണെന്ന് ഞങ്ങൾ പറയൂല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതേസമയം അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് തബറുക്ക് ചെയ്യാം, അത് ഊറ്റിയ വെള്ളം കുടിക്കാം. അറിയാത്തവർ, വിശ്വസിക്കാത്തവർ അതിന് വരണ്ട. വിശ്വസിക്കാത്തവർ അറിയാത്തത് അതിനെക്കുറിച്ച് പറയുകയും വേണ്ട. നിങ്ങൾ കേൾക്കൂ, ഞാനൊരൊറ്റ സംഭവം പറയുന്നു. പൂർവിക മുസ്ലിങ്ങൾ പരിഗണിച്ച ഭാഗം ഖലീഫ മഅ്മൂൻ എന്നവരുടെ വലിയൊരു സംഭവം കേട്ടോളി. ഒരു വ്യക്തി എന്റെ അടുക്കൽ വരും. നിങ്ങൾ കേട്ടു നോക്കി, ലയഅ്തീനി എന്റെ അടുക്കൽ വരും. ബിൽ ഖിത്അത്തി മിനൽ ഊദി, ഒരു ഊദിന്റെ കഷ്ണവുമായി ഒരു മുസ്ലിം ഒരാൾ എന്റെ അടുത്ത് വരും. ഔ ബിൽ ഖശ്മലി, ഒരു മരക്കഷ്ണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു. ലഅല്ല ഖീമതഹു ലാ തകൂന ഇല്ലാ ദിർഹമ, സാധനം 1 ഉറുപ്പിക വിലയുള്ള സാധന, 1 ഉറുപ്പികയോളം വില കുറഞ്ഞ ഒരു സാധനവുമായി ഒരാൾ എന്റെ അടുത്ത് വരുന്നു. കേട്ടോളി കേട്ടോളി. ഫയഖൂലു, എന്നിട്ട് അദ്ദേഹം പറയും, ഇന്ന ഹാദാ, ഈ വസ്തു കാനലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിരുന്നു. ഔ ഖദ് വലഅയദഹു, മുത്തുനബിയുടെ പുണ്യ കൈ ഈ സാധനത്തിൽ തൊട്ടിട്ടുണ്ട്. ഔ ശരിബ ഫീഹി, അല്ലെങ്കിൽ ഈ പാത്രത്തിൽ മുത്തുനബി കുടിച്ചിട്ടുണ്ട്. ഔ മസ്സഹു, അല്ലെങ്കിൽ മുത്തുനബി ഇതിനെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞുകൊണ്ടൊരു സാധനം കൊണ്ടുവരുന്നു. വമാ ഹുവ, സത്യത്തിൽ ആ വ്യക്തി അല്ല ഇന്ദി, എന്റെ അടുക്കൽ ബിസിഖത്തിൻ, വിശ്വസ്തനല്ല. വിശ്വസ്തനല്ലാത്ത ഒരു മുസ്ലിം ഒരു സാധനമായി എന്റെ അടുത്ത് വരുന്നു. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏടാതെന്ന് അവൻ പറയുന്നു. വലാ ദലീല അലാ സിദ്ഖിർ റജുലി, അദ്ദേഹം പറയുന്നത് സത്യമാണെന്നതിന് വേറെ തെളിവൊന്നുമില്ല. എന്നാലും അന്നീ, ഞാൻ ബിഫറത്തിൻ നിയ്യത്തി വൽ മഹബ്ബ, മുത്തുനബിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ കാരണമായി അഖ്ബിലു ദാലിക, ഞാൻ ആ സാധനം വാങ്ങും, ഞാനത് സ്വീകരിക്കും. ഫഅശ്തരീഹി ബിഅൽഫി ദീനാർ, 1000 ദീനാർ കൊടുത്ത് ഞാൻ വാങ്ങും. 1 ഉറുപ്പിക പോലും വിലയില്ലാത്ത ഒരു സാധനം, ഇത് മുത്തുനബി തൊട്ട സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് ഒരാൾ വന്നാൽ, തെളിവുകളൊന്നുമില്ലെങ്കിൽ പോലും മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അത് വാങ്ങും. ഞാൻ ആ വസ്തു എന്റെ മുഖത്ത് വെക്കും. വൈനി, എന്റെ കണ്ണുമ തട്ടിക്കും. വാതബറക്കു, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കും. ഇതാണ് പൂർവീക മുസ്ലിങ്ങളുടെ സ്വഭാവമെന്ന് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടത്. അറിയാത്തവരാണ് പണ്ഡിതന്മാരെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷായർ മുബാറക്കിന്റെ മറ്റ് വിവാദങ്ങൾ എന്താവട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന നിലക്ക് ഒരാള് ഒന്ന് കൊണ്ടുവന്നു, ഒരു മുസ്ലിം. വേറെ തെളിവൊന്നും ഇല്ലെങ്കിൽ, തെളിവുണ്ടോ അല്ല എന്നുള്ള അവിടെ നിൽക്കട്ടെ, തെളിവൊന്നുമില്ലെങ്കിൽ പോലും വിശ്വസിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. വിശ്വാസമില്ലാത്തവർ മാറിയെന്നോട്ടെ, പ്രശ്നമല്ല. എന്നല്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെന്നോ മറ്റോ പറയുന്ന ഒരു വസ്തു കൊണ്ട് ബറക്കത്തെടുക്കണമെങ്കിൽ, അത് മുഖ്യ വെള്ളം കുടിക്കണമെങ്കിൽ അതിന് പരമ്പരാഗതമായ രേഖ ആവശ്യമാണെന്നും ഒരു മതഗ്രന്ഥത്തിൽ പറഞ്ഞതായി തെളിയിക്കാൻ കഴിയൂല. സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായി ഇവിടെ വന്ന കോയക്കുട്ടി മുസ്ലിയാരോർക്ക് വിളിച്ചു ചോദിച്ചോളൂ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടോളൂ. നിങ്ങളുടെ സംസ്ഥയുടെ സെക്രട്ടറി ചെറുശ്ശേരി ദൈനുദ്ദീൻ മുസ്ലിയാർക്ക് വിളിച്ചോളൂ. മറ്റു വിവാദങ്ങളൊന്നും പറയണ്ട. മുത്തുനബിയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു മുടി വന്നാൽ അതൊന്ന് വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കണമെങ്കിൽ അതിന് വേറെ രേഖ ആവശ്യമുണ്ടോ? വിശ്വസിക്കുന്നവർക്ക് അത് ചെയ്തുകൂടെ? അതിന് രേഖ വേണം, അല്ലാതെ ചെയ്യാൻ പാടില്ലെന്ന് ഏതെങ്കിലും കിതാബ് പറഞ്ഞിട്ടുണ്ടോ? കിതാബിന്റെ ഉദ്ധരണി എഴുതി വാങ്ങിക്കോ, ഞാൻ പുന്നത്തലിയിലുണ്ട്, എന്നെ സമീപിച്ചോ.
വെറുതെ ഞങ്ങൾ തമാശ പറയാനോ ക്ലിപ്പുകളിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ അനാവശ്യ വിവാദം ഉണ്ടാക്കാനോ ഞങ്ങളില്ല. പണ്ഡിതന്മാരുടെ ശൈലി കിതാബാണ്. പണ്ഡിതന്മാർ കിതാബ് പഠിച്ചവരാണ്, മതം പഠിച്ചവരാണ്. മുത്തുനബിയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഅ്മിനായ ഒരാൾ മുടി തന്നാൽ വേറെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും അത് ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങി എന്റെ മത്തിയിൽ വെക്കുമെന്ന് പറഞ്ഞവരാണ് മഹത്തുക്കളായ മുൻഗാമികൾ. അതിനൊരു രേഖ വേണം, അതിന് വേറെ തെളിവ് വേണമെന്ന് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇബാറത്ത് എഴുതി വാങ്ങണമെന്ന് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഉണർത്തുകയാണ്. ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. അതുകൊണ്ട് അവസാനമായി ഇവിടെയുള്ള ഈക്ക വിഭാഗം സമസ്തയുടെ അംഗീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നാട്ടുകാരോട് ഒരൊറ്റ വാക്ക് പറയുന്നു. നിങ്ങൾ എല്ലാവരും ആ സമസ്തയിൽ നിന്ന് പിന്മാറി AP സമസ്തയുടെ കീഴിൽ നിൽക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ കോയക്കുട്ടി മുസ്ലിയാരുടെയും സൈനുദ്ദീൻ മുസ്ലിയാരുടെയും കീഴിലുള്ള സമസ്തയിൽ പ്രവർത്തിച്ചോളൂ. അതിന്റെ പേരിൽ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്തോളൂ. ആവശ്യമായ ഇസ്ലാമിക പരിപാടികൾ സംഘടിപ്പിച്ചോളൂ. അതിനോട് സഹകരിക്കാൻ ഞങ്ങളും ഉണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്.